നമസ്കാരം. അമേരിക്കൻ കോൺഗ്രസിൽ നടത്തിയ പ്രസംഗവും പുറത്തെ പ്രതിഷേധവും മാത്രമല്ല, നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനം അപ്പാടെ പരാജയമായി മാറുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വാറന്റിന് മേൽ UK ഏർപ്പെടുത്തിയ വിലക്ക് പുതിയ ലേബർ പാർട്ടി ഗവൺമെന്റ് പിൻവലിക്കുന്നു. ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും കാനഡയും അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്നു. നെതന്യാഹു സഖ്യകക്ഷികൾക്കിടയിൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി വിദേശകാര്യ വിദഗ്ധരായ ഡോക്ടർ PJ വിൻസെന്റ്, മാധ്യമപ്രവർത്തകൻ ഡോക്ടർ താജ് ആലുവ, പശ്ചിമേഷ്യ നിരീക്ഷകൻ ഡോക്ടർ TK ജാബിർ എന്നിവർ. ആദ്യം താജ് ആലുവയിലേക്ക്. താജ് ആലുവ, ഈ അമേരിക്കൻ കോൺഗ്രസിൽ നെതന്യാഹു പ്രസംഗിക്കുന്ന സമയത്ത് പുറത്ത് പതിനായിരങ്ങളുടെ പ്രതിഷേധം നടക്കുകയായിരുന്നു. അത് മാത്രമല്ല, US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും വിധം ഇസ്രായേൽ വിരുദ്ധ വോട്ടർമാർ അവർ ഐക്യപ്പെടുന്ന കാഴ്ചയും നാം കാണുന്നുണ്ട്. ഇതോടൊപ്പമാണ് ഇപ്പോൾ അമേരിക്കൻ സഖ്യശക്തികളിലെ പല രാജ്യങ്ങളും, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങൾ വെടിനിർത്തലിന് വേണ്ടി അതിരൂക്ഷമായ ഭാഷയിൽ ശബ്ദമുയർത്തുകയും ചെയ്യുന്നത്. ഇത് നെതന്യാഹുവിന് തിരിച്ചടിയായി മാറുന്നുണ്ട്. കേൾക്കുന്നില്ലല്ലോ. കേൾക്കാൻ താജാലുവ പറഞ്ഞോളൂ. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ താജാലുവ. ഹലോ, കേൾക്കാം താജാലുവ, പറഞ്ഞോളൂ. ശരി, ഞാൻ താജാലുവിലേക്ക് വരാം. ഒന്ന് പെട്ടെന്ന് ശരിയാക്കണേ പ്ലീസ്. ഡോക്ടർ TK ജാബിർ, ഈ സഖ്യകക്ഷികളിൽ നിന്നുള്ള പ്രതിഷേധം നെതന്യാഹുവിന് എത്രമാത്രം പ്രതിസന്ധിയാണ്? ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രതിസന്ധി പെട്ടെന്ന് ഉണ്ടായി വന്ന ഒന്നല്ല എന്നുള്ളത് നമ്മൾക്കറിയാം. ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 തുടങ്ങിയ ഈ സംഘർഷം വളരെ ചെറിയൊരു പീരീഡിനുള്ളിൽ അതിനെ ആ പ്രശ്നം പരിഹരിക്കാം, അല്ലെങ്കിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാം എന്നുള്ള ഒരു പ്രചരണത്തോടു കൂടിയായിരുന്നു അത് തുടങ്ങിയിരുന്നത്. പക്ഷെ അങ്ങനെ സാധ്യമല്ലായിരുന്നു എന്ന് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസിനോ അല്ലെങ്കിൽ നെതന്യാഹുവിനോ അറിയാമായിരുന്നു എങ്കിൽ പോലും. പക്ഷേ അത് ആഭ്യന്തരമായി തന്നെ ഇസ്രായേലിനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേലിലെ തന്നെ തീവ്ര ജൂത പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗം മാത്രമാണ് നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്ന ആളുകളായിട്ട് ഉള്ളത്. മറ്റ് ചില വിഭാഗം നെതന്യാഹുവിനെ പിന്തുണയ്ക്കാത്ത, അതിൽ ഈ പ്രശ്നം അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ ഒരു അവസ്ഥ കൂടി മുൻകൂട്ടി കാണുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ നമ്മൾ കാണേണ്ടത് ആ ഒരു പ്രദേശത്ത് കേവലമായി പരമ്പരാഗതമായി നിലനിൽക്കുന്ന ഒരു ദേശരാഷ്ട്രം എന്നുള്ള രൂപത്തിലല്ലല്ലോ. അതിന് വലിയ അന്തർദേശീയ മാനങ്ങളുണ്ട്. കാരണം വലിയൊരു അന്താരാഷ്ട്ര ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടായി വരുന്നത്. അതിന് ഒന്നാമത് നിൽക്കുന്നത് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, രണ്ടാമത് ബ്രിട്ടനാണ്. അതിൻ്റെ ഉണ്ടായി വന്ന പശ്ചാത്തലം തന്നെ വേറെ ഒരു പ്രത്യേക സാഹചര്യമാണ്. അതായത് യൂറോപ്പിലുണ്ടായിരുന്ന ജൂഷ് മസാക്കർ, ജൂത കൂട്ടക്കൊലയും, അതിനെ തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധവും, അതിനെ തുടർന്ന് തൊട്ടുടനെ ഉണ്ടായി വന്ന ശീതയുദ്ധവും, കോൾഡ് വാറും, അതിനെ തുടർന്നുണ്ടായ ആ ഒരു രാഷ്ട്രീയ ഒരു വലിയൊരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ അതായത് സോവിയറ്റ് യൂണിയനുമായിട്ടുണ്ടായ ഒരു വലിയൊരു പ്രശ്നം, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കോൾഡ് വാറിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇസ്രായേൽ ഉണ്ടായി വരുന്നത്. അങ്ങനെ സ്ഥാപിതമായ ഇസ്രായേലിന് നിലനിൽക്കണമെങ്കിൽ കേവലമായിട്ടുള്ള ഇസ്രായേൽ അല്ലെങ്കിൽ ഈ ഇന്നത്തെ മന്ത്രിസഭയ്ക്ക് നെതന്യാഹുവിന് കേവലമായിട്ടുള്ള ഇസ്രായേലിൻ്റെ മാത്രമുള്ള ആഭ്യന്തര പിന്തുണ പോരാ. അതിന്
സദാ അന്തർദേശീയ പിന്തുണ വേണം എന്നുള്ളതാണ് സത്യം. അതായത് ഏറ്റവും പ്രധാനമായി ഒന്നാമതായി ഇസ്രായേലിനെ 1948 അംഗീകരിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പിന്തുണ തന്നെ വേണം എന്നുള്ള ഒരു കാര്യമാണ് ഒന്നാമത്. രണ്ടാമത് ബ്രിട്ടൻ്റെ പിന്തുണ കൂടി വേണം എന്നുള്ളതാണ് രണ്ടാമത്തേത്. അതിൽ ഒന്നാമത്തെ പ്രധാന പ്രശ്നം, ഇപ്പോൾ പ്രതിസന്ധി കൂടുതൽ ഉണ്ടായി വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, US വൈസ് പ്രസിഡൻ്റായിട്ടുള്ള കമല ഹാരിസ് ഡെമോക്രാറ്റ് പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കാൻ സാധ്യത വളരെയധികം വർദ്ധിച്ചു എന്നുള്ളത് മാത്രമല്ല, ജോ ബൈഡൻ പിന്മാറിയതിന് ശേഷം കമല ഹാരിസിൻ്റെ വോയിസ് ശക്തമായി ജനാധിപത്യത്തിനും അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട്. അതായത് കമല ഹാരിസിൻ്റെ നിലപാട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി വലിയ രൂപത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. അത് അത്രത്തോളം ജോ ബൈഡൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് US നിന്നുള്ള പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുള്ള US നിന്നുണ്ടായി വന്നിട്ടുള്ള വളരെ വിചിത്രവും അതേസമയം തന്നെ വളരെ അസാധാരണവും ആയിട്ടുള്ള വലിയ പ്രക്ഷോഭം, അതോടൊപ്പം തന്നെ പ്രതിഷേധം, ക്യാപിറ്റോളിൽ തന്നെ നടന്നിട്ടുള്ള വലിയ പ്രതിഷേധം, അതായത് മറ്റ് ജീവികളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെ ഈ ലോകത്തെ എല്ലാം ഞെട്ടിച്ചു എന്നുള്ളത് മാത്രമല്ല, ഇസ്രായേലിന് തന്നെ അത്, നെതന്യാഹുവിന് തന്നെ അത് വലിയൊരു എന്താണ് പറയുക, വലിയൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ വിഷയം ഏത് രീതിയിലേക്ക് പോകും, ഏത് രീതിയിലേക്കാണ് ഇത് ഇവോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊരു ആശങ്കയുണ്ട്. അതുമാത്രമല്ല, ബ്രിട്ടനിൽ സംഭവിച്ച ഇലക്ഷൻ റിസൾട്ടും ഇസ്രായേലിൻ്റെ ഭാവി രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൂടി കണ്ടിട്ടാകാം ഇപ്പോൾ ഈ ഇസ്രായേലിനുണ്ടായിട്ടുള്ള എന്നുള്ള ഈ പുതിയൊരു പ്രതിസന്ധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഡോക്ടർ PJ വിൻസെന്റ്, ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് തന്നെ ഈ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ ഒരു നിർണായകമായ ഇവന്റായി മാറുകയാണ്. ഡോക്ടർ വിൻസെന്റ്, കേൾക്കാമോ? ശരി, ഞാൻ PJ വിൻസിലേക്ക് വരാം. ഡോക്ടർ താജ് ആലുവ, താങ്കൾ എങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് തന്നെ ഈ ഇസ്രായേൽ ഗസ യുദ്ധത്തിൽ ഒരു നിർണായക ഇവന്റായി മാറുകയാണ്. തീർച്ചയായിട്ടും അജൻസി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഒരർത്ഥത്തിൽ ഇപ്പൊ പ്രത്യേകിച്ചും ലേറ്റസ്റ്റ് ആയിട്ട് അത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ജോ ബൈഡൻ പിൻവാങ്ങുകയും കമല ഹാരിസ് അവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേരത്തെ തന്നെയുള്ള പരമ്പരാഗത വോട്ടേഴ്സ് ബാങ്കിനെ തൃപ്തിപ്പെടുത്താനായി കമല ഹാരിസ് നടത്തിയ ചില പ്രസ്താവനകൾ, പ്രത്യേകിച്ച് നെതന്യാഹുവിന്റെ കോൺഗ്രസിലെ US കോൺഗ്രസിലെ പ്രസംഗത്തിൽ അവർ പിന്നെ അസാന്നിധ്യം കൊണ്ട് അവരുടെ നിലപാട് തെളിയിച്ചത്, അതുപോലെ തന്നെ ഗസ യുദ്ധം, ഗസയിലെ പിന്നെ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതൊക്കെ ഒരർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പരമ്പരാഗത വോട്ടേഴ്സിൽ നല്ലൊരു വിഭാഗത്തെ ആകർഷിക്കാനുള്ള നടപടികളായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കാം. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു പ്രൊജക്റ്റാണ്. അതായത് മിഡിൽ ഈസ്റ്റിലെയും എന്ന് മാത്രമല്ല ഒരു പുതിയ കൊളോണിയൽ പിന്നെ ശക്തിയായിട്ട് അമേരിക്ക നിലനിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം തന്നെ ഇസ്രായേലിനെ അവർ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ്. അതിപ്പോ വൈറ്റ് ഹൗസിൽ ഒരു റെഡ് പ്രസിഡന്റ് വന്നാലും ഒരു ബ്ലൂ പ്രസിഡന്റ് വന്നാലും, അതായത് ഒരു റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ആകട്ടെ ഒരു ഡെമോക്രാറ്റിക് പ്രസിഡന്റ് ആകട്ടെ, രണ്ട് രൂപത്തിൽ രണ്ട് പാർട്ടികളിലെ പ്രസിഡന്റ് ആയാലും ഇസ്രായേലിനെ പിന്തുണക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ പിന്നോട്ട് പോകുന്ന ഒരു നിലപാട് ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾക്ക്, പ്രസിഡന്റ് ആയിട്ട് വരുന്ന ആളുകൾക്കും ഇപ്പൊ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ഇസ്രായേലിനെ അവഗണിച്ചുകൊണ്ട് അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോവുക സാധ്യമല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. കാരണം ഒരു പഴയ കൊളോണിയൽ സംവിധാനങ്ങളിൽ നിന്നൊക്കെ മാറി പണ്ട് കാലത്തുള്ള ഒരു അധിനിവേശങ്ങളുടെയും കൊളോണിയൽ സംവിധാനങ്ങളുടെയൊക്കെ രീതിയിൽ നിന്ന് മാറി
ഇപ്പോ ലോകത്തെ നിയന്ത്രിക്കുകയും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ആധുനിക രീതികൾ വെച്ചുകൊണ്ട് ഇസ്രായേലിനെ അമേരിക്ക വാസ്തവത്തിൽ കാണുന്നത് ആ രൂപത്തിലാണ്. ലോകത്തെ മുഴുവൻ ഏതാണ്ട് 800 സ്ഥലത്ത് അമേരിക്കക്ക് ബേസ് ഉണ്ട്, സൈനിക ബേസുകളുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കക്ക് പ്രത്യേകമായി താല്പര്യമുള്ള പ്രദേശമാണ്. അപ്പൊ ചൈനയെയും റഷ്യയെയും ഒക്കെ നിയന്ത്രിക്കുകയും അവരുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് തടയിടുകയും ചെയ്യുക എന്ന അമേരിക്കയുടെ ആഗ്രഹവും അഭിലാഷവും അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പോളിസിയും ഒക്കെ ഇപ്പോ സാക്ഷാത്കരിക്കേണ്ടത് ഇസ്രായേലിലൂടെയാണ് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ കൈവിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ സുരക്ഷ അതാണ്. ഇപ്പൊ നമ്മൾ നോക്കൂ, നെതന്യാഹുവിന്റെ സന്ദർശനം പരാജയമാണ് എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ തന്നെ വാസ്തവത്തിൽ അമേരിക്കൻ സെനറ്റ്, ഈ US കോൺഗ്രസിൽ നെതന്യാഹു നടത്തിയ പ്രഭാഷണത്തിന് ഏതാണ്ട് 1 ഡസനിലധികം സ്റ്റാൻഡിംഗ് ഒവേഷൻ, നിർത്താതെയുള്ള കയ്യടി എന്ന് പറഞ്ഞാൽ ആകെ ഒരു റഷീദ താലിബ് മാത്രമാണ് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വിമർശനമോ ഒരു പ്രതിഷേധമോ ഉയർത്താനായിട്ട് ആ കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. അത് കഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ സെനറ്റ് അംഗങ്ങളും, എല്ലാ US കോൺഗ്രസ് അംഗങ്ങളും പരിപൂർണമായും നെതന്യാഹുവിനെ പിന്തുണക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നാൻസി പെലോസിയുടെ അസാന്നിധ്യം, കമല ഹാരിസിന്റെ അസാന്നിധ്യം ഒക്കെ വാസ്തവത്തിൽ വെറും പ്രതീകാത്മകമായ ചില സംഗതികൾ മാത്രമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന് പറയുന്ന അവരുടെ കൊളോണിയൽ പ്രൊജക്ടിനെ, ആ സിയോണിസ്റ്റ് പ്രൊജക്ടിനെ നിലനിർത്തിക്കൊണ്ടും അതിനെ സംരക്ഷിച്ചുകൊണ്ടും ഉള്ള ഒരു നടപടി മാത്രമേ അവർക്ക് മുന്നോട്ട് ചിന്തിക്കുക സാധ്യമുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏറ്റവും അധികം സപ്പോർട്ടർ ആയിട്ടുള്ള സിയോണിസ്റ്റ് രാജ്യത്തെ കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്ന ട്രംപും, എന്നാൽ കുറച്ചൊക്കെ ഫലസ്തീനികളുടെ അവകാശത്തെ കൂടി പിന്തുണച്ചുകൊണ്ടുള്ള കമല ഹാരിസും തമ്മിലുള്ള ഒരു മത്സരമായി മാത്രം മാറുകയും ആ മത്സരത്തിന്റെ ഫലം എന്ത് തന്നെയായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന അമേരിക്കയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്ക് കാര്യമായ കുറവ് വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ അങ്ങനെയൊക്കെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ലോകം മുന്നോട്ട് പോയിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി വന്നിരിക്കുന്നു. ബ്രിട്ടനിൽ അവിടുത്തെ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങൾ പ്രത്യേകമായി വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ലോകത്തെ സിവിൽ സൊസൈറ്റി, അതുപോലെ തന്നെ പൗരാവകാശ പ്രവർത്തകർ, അത്തരം സംഘങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ ശക്തമായി ഇപ്പോ ഫലസ്തീനു വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നു. ആ ഒരു ഷിഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇസ്രായേൽ ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന ഈ ഒരു വാദം നമ്മൾ ഏറ്റവും അധികം അടിസ്ഥാനപരമായി നമ്മൾ ഉന്നയിക്കുന്നത് ഈ ഒരു ഷിഫ്റ്റിനെ മുൻനിർത്തിയാണ്. അത് വിജയിക്കണമെങ്കിൽ വാസ്തവത്തിൽ അമേരിക്കയിലെ അടുത്ത ഒരു 2-3 തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഈ ജൂത ലോബി നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടേതായിട്ടുള്ള പ്രത്യേകമായ സമ്മർദ്ദ തന്ത്രങ്ങളും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം എന്ന് പറയുന്ന ആ ഒരു വലിയ മിത്തിനെ പൊളിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇസ്രായേലിന് മാത്രമാണ് നിലനിൽക്കാൻ അവകാശം, മറ്റ് ഫലസ്തീനികൾക്ക് അങ്ങനെ ഒരു സ്വയം നിർണയ അവകാശമോ അവർക്ക് അന്താരാഷ്ട്ര കരാറുകളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര കൺവെൻഷനുകൾക്കും ആവശ്യപ്പെടുന്ന അവർക്ക് വകവെച്ചു കൊടുക്കുന്ന മനുഷ്യാവകാശങ്ങളോ പൗരാവകാശങ്ങളോ അതൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കണം എന്ന് ചിന്തിക്കുന്ന, എന്ന് വിശ്വസിക്കുന്ന ധാരാളം മനുഷ്യാവകാശ പ്രവർത്തകരും അത്തരം സംഘങ്ങളും ഒക്കെ അമേരിക്കയിൽ കൂടുതലായി വർദ്ധിച്ചു വരുന്ന ആ ഒരു പ്രവണതയിലാണ് വാസ്തവത്തിൽ നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത്. നിലവിലുള്ള ഏതെങ്കിലും ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റോ ആരെങ്കിലും ഒരു പ്രസിഡന്റ് ആയിട്ട് മാറി വരുന്നതിലോ പെട്ടെന്നുള്ള ഒരു ഷിഫ്റ്റ് ഇസ്രായേലിന് അമേരിക്കയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അമേരിക്കൻ പിന്തുണ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥത്തിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ അതേ സന്ദർഭത്തിൽ സമീപ ഭാവിയിൽ തന്നെ ഇതിനുള്ള ഇത്തരം മാറ്റങ്ങൾ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തെ എല്ലാ സാമ്രാജ്യത്വ പ്രൊജക്ടുകളും അങ്ങനെ തന്നെയാണ് തകർന്നിട്ടുള്ളത്. അതായത് യാഥാർത്ഥ്യവുമായി എന്താണ് ഈ വാസ്തവത്തിൽ ഫലസ്തീനിൽ നടക്കുന്നത്, ഗസയിലെ ലോകത്തിന്റെ കൺമുന്നിൽ ഇത്രമാത്രം ലൈവായിക്കൊണ്ട് വംശഹത്യ നടന്ന ഒരു ചരിത്രം ലോകത്തിന് ഉണ്ടായിട്ടില്ല. അത്രത്തോളം 40,000 പേര് മരണപ്പെട്ടു, ബാക്കി 45,000-ഓളം കുട്ടികളടക്കമുള്ള ആളുകൾ റബിളിൽ അവരുടെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. 1,50,000-ഓളം പരിക്കേറ്റവർ, അവർ നല്ലൊരു ശതമാനം ഏത് സമയവും മരണപ്പെട്ടേക്കാവുന്ന അവസ്ഥ. അപ്പൊ ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യരെ
ഇങ്ങനെ ലൈവ് സ്ട്രീമായി കൂട്ടക്കൊല ചെയ്യുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും 100ഉം 150ഉം വെച്ച് ആളുകൾ മരണപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സന്ദർഭത്തിലും സ്കൂളുകൾ, അതുപോലെ തന്നെ മറ്റ് അഭയ കേന്ദ്രങ്ങൾ, അഭയാർത്ഥികൾ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ വിവേചനരഹിതമായി ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഒറ്റ ഒരു കാരണം, ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധാവകാശം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു റിയാലിറ്റിയെ ലോകത്തിലെ പ്രത്യേകിച്ച് ഇന്നത്തെ സാമ്രാജ്യത്വ നീക്കങ്ങൾക്ക് അതിന് മുന്നിട്ട് നിൽക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയും അതിന്റെ ഭരണാധികാരികളും എത്രയും പെട്ടെന്ന് ഇതിനെ കുറിച്ചുള്ള ആ ഒരു റിയാലിറ്റിയിൽ നിന്ന് അവർ അകന്നു പോകും തോറും ആ കൊളോണിയൽ പ്രൊജക്ട്, ആ സാമ്രാജ്യത്വ പ്രൊജക്ട് അവസാനിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നു എന്നത് മാത്രമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഷിഫ്റ്റിലൊക്കെ, അല്ലെങ്കിൽ പിന്നെ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനെതിരെയൊക്കെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളിലും ലോകത്തിന്റെ തന്നെ മറ്റ് ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്തിലൊക്കെ കാണുന്ന മാറ്റങ്ങളെയും ഒക്കെ നമ്മൾ ആ രൂപത്തിലാണ് വിലയിരുത്തേണ്ടത്. ശരി ഡോക്ടർ പി ജെ വിൻസൻ അങ്ങ് കേൾക്കാമെങ്കിൽ, ഇപ്പോൾ ബൈഡൻ സംസാരിച്ച ഭാഷയിലല്ല കമല ഹാരിസ് സംസാരിക്കുന്നത്, കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭാഷയിലല്ല ലേബർ പാർട്ടി സംസാരിക്കുന്നത്. കാനഡയും ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ഇതുവരെ സംസാരിച്ചതിനേക്കാൾ കുറച്ചുകൂടി രൂക്ഷമായി സംസാരിക്കുന്നു എന്നതിനപ്പുറം ഇപ്പോഴുണ്ടാകുന്ന ഈ ഗ്ലോബൽ സ്റ്റാൻഡ്, ഒരു ആഗോള നിലപാടുകളുടെ ഒരു പ്രതിഫലനം, അത് ഇസ്രായേലിനെ തിരുത്താൻ, നെതന്യാഹുവിനെ ഒറ്റപ്പെടുത്താൻ ഉതകുന്നതാണോ? കേൾക്കുന്നില്ലല്ലോ ഡോക്ടർ പി ജെ വിൻസൻ. ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. അതൊന്ന് പെട്ടെന്ന് ശരിയാക്കണം പ്ലീസ്. ഡോക്ടർ ടി കെ ജാബിർ, ഈ ശബ്ദങ്ങളുടെ മാറ്റം അല്ലെങ്കിൽ നിലപാടുകളുടെ മാറ്റം ഏതെങ്കിലും തരത്തിൽ നെതന്യാഹുവിനെ ഒറ്റപ്പെടുത്തുന്നതാണോ? തീർച്ചയായിട്ടും അത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതും കൂടിയാണത്. അതായത് ട്രംപ് അല്ലെങ്കിൽ ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ആ ഒരു ജനറേഷൻ, ആ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ആധുനിക രാഷ്ട്രത്തിൻ്റെ ഉത്ഭവം മുതൽ, അല്ലെങ്കിൽ അതിൻ്റെ സൃഷ്ടി മുതൽ ഉള്ള അതിനെ പിന്തുണച്ചു വന്ന ട്രഡീഷനുള്ള ഒരു ജനറേഷനാണ് ട്രംപ്, അല്ലെങ്കിൽ ജോ ബൈഡൻ, അല്ലെങ്കിൽ ജോർജ് ബുഷ്, അങ്ങനെയുള്ള ആ ഒരു ജനറേഷൻ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ കാലം കഴിയുകയാണ് ഇനി. ഇപ്പോൾ വരുന്ന ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, അല്ലെങ്കിൽ കമല ഹാരിസ്, അല്ലെങ്കിൽ ആ തലമുറയിൽ വരുന്ന ഈവൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പോലും പിന്തുണ ഇപ്പോൾ നെതന്യാഹുവിന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ കമല ഹാരിസിൻ്റെ വോയിസ് വളരെ വ്യക്തവുമാണ്, അതേപോലെ തന്നെ വളരെ ഇംപ്രസീവാണ്. ജനാധിപത്യ വിശ്വാസികൾക്കെല്ലാം വലിയൊരു ആത്മവിശ്വാസം കൊടുക്കുന്ന ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാൻ പറ്റും. ഇത്രയധികം സമ്പത്തും പണവും മാധ്യമങ്ങളും പ്രചരണവും അതേപോലെ തന്നെ ഒക്ടോബർ 7 ആക്രമണങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഇസ്രായേലിൻ്റെ ഈ സ്വയം പ്രതിരോധ ശേഷി എന്ന് ആദ്യം ഇവിടെ പരാമർശിച്ച് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും, എത്രയോ മാസങ്ങളായിട്ട് നടത്തുന്ന ആ ശ്രമങ്ങളെയെല്ലാം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ലിബറൽ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടിട്ടുള്ള US നടത്തിയിട്ടുള്ള ഒരു സർവേയിൽ കാണിക്കുന്നത്. വലിയൊരു ശതമാനം, അതായത് ബഹുഭൂരിപക്ഷം യുവതലമുറ, ഒരു 30 വയസ്സിന് താഴെയുള്ള വലിയൊരു ശതമാനം ആളുകളും പാലസ്തീൻ്റെ അവകാശത്തെ സംബന്ധിച്ച്, പാലസ്തീനിൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളെയും സ്ത്രീകളെയും മറ്റുള്ള ആളുകളെയും സംബന്ധിച്ച് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായ, അല്ലെങ്കിൽ അവരുടെ ഒരു നാഷണൽ സെൽഫ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു വിഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. പഴയ തലമുറയിൽ പെടുന്ന ആളുകളായിരുന്നു ഇസ്രായേലിനെ അന്ധമായി വിശ്വസിക്കുകയും ആ ഒരു അന്ധമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന വിഭാഗത്തിൻ്റെ പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തെ എല്ലായിടത്തും ആ ഒരു രീതി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഫ്രാൻസിൽ തന്നെ ഒരു വലിയ തീവ്ര വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവിനെ വളരെ കരുതലോടെയും തന്ത്രപൂർവവും അവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളും ലിബറൽ വിശ്വാസികളും ലിബറൽ ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന ആളുകളും
അതോടൊപ്പം തന്നെ ഇടതുപക്ഷ അനുഭാവികളും ഇടതുപക്ഷ വിഭാഗങ്ങളെല്ലാം ഈ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെ ഒതുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബ്രിട്ടനിലും അത് തന്നെയാണ് സംഭവിച്ചത്. ലോകത്ത് പൊതുവെ ഈ ഇത്തരത്തിലുള്ള ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ ലൈവായിട്ട് ജിനോസൈഡ് നടക്കുന്ന കൂട്ടക്കൊലകൾ നടക്കുന്ന നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടനിലെ തന്നെ ഇലക്ഷൻ്റെ റിസൾട്ടും പാലസ്തീൻ്റെ നാഷണൽ സെൽഫ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകൾക്കാണ് കൂടുതൽ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും ജയിക്കുകയുണ്ടായി, പലയിടത്തും അവർ രണ്ടാമത് വരികയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ ഡെമോക്രാറ്റുകളുടെ ഇടയിൽ മാത്രമല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പല ആളുകളുടെ ഇടയിൽ നിന്ന് പോലുമുള്ള അഭിപ്രായങ്ങൾ അങ്ങനെയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന് ഇസ്രായേലിനെ ഇതുപോലെ അന്ധമായി പിന്തുണയ്ക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവരുടെ ഇടയിൽ രൂപം കൊള്ളുന്നുണ്ട്. അതായത് അമേരിക്കയുടെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ അവിടെയുള്ള വലിയ മിലിറ്ററി കോർപ്പറേഷനുകളുടെ പിന്തുണയ്ക്ക് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ രീതിയിലുള്ള പിന്തുണ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണല്ലോ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ അമേരിക്കയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ അമേരിക്കയിൽ ജനങ്ങളെക്കാൾ കൂടുതൽ അവിടെയുള്ള തോക്കുകളാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് തോക്കുകൾ ഒരു രാജ്യത്ത് ജനസംഖ്യയേക്കാൾ കൂടുതൽ ഉണ്ടായി വരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിന് അവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷയ്ക്ക്, വ്യക്തിഗതമായിട്ടുള്ള സുരക്ഷയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കൂ. പിന്നെ അമേരിക്ക അവരുടെ സ്വന്തം ജനത്തിന് പോലും ഒരു സുരക്ഷ നൽകാൻ അവർക്ക് കഴിയുന്നില്ല. അത്രത്തോളം വലിയ കൂട്ടക്കൊലകളാണ് ഓരോ വർഷവും. ഇപ്പോൾ ഈ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ അമേരിക്കയിൽ നടന്ന അവിടെ മറ്റേ വെടിവെപ്പിൻ്റെ അല്ലെങ്കിൽ തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൂട്ടക്കൊലകളുടെ ലിസ്റ്റ് നിങ്ങൾ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. അത് പരിശോധിച്ച് നോക്കൂ. അതിഭീകരമായിട്ടുള്ള കൂട്ടക്കൊലകൾ അവിടെ കാണാൻ നമുക്ക് കഴിയുന്നത്. അത്തരത്തിൽ ഇത്ര മിലിറ്ററി കോഓപ്പറേഷൻ അല്ലെങ്കിൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യത്ത് പിന്നെ ഇസ്രായേലിനെ പോലുള്ള രാജ്യത്തെ എന്തിന് പിന്തുണച്ചുകൊണ്ടിരുന്നു, ഇനിയും എന്തിനു പിന്തുണയ്ക്കണം എന്നുള്ള ചോദ്യം അവിടെ നിന്ന് തന്നെ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ലോകത്തെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ പാലസ്തീൻ എന്ന് പറയുന്ന നേഷന്, അവരുടെ നേഷൻ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ അവരുടെ നാഷണൽ സെൽഫ് ഡിറ്റർമിനേഷൻ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഇതുവരെ ഒരു നേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കൃത്യമായിട്ട് കഴിഞ്ഞില്ല. അവർക്ക് സ്റ്റേറ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ശരി, ഡോക്ടർ താജ് ആലുവ, ഇപ്പോൾ US കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ബൈഡൻ മാറി കമലാ ഹാരിസ് വരുന്നു എന്നുള്ളത് അതൊരു ഫലസ്തീൻ കോസ് കൊണ്ടുണ്ടായ ഒരു മാറ്റമൊന്നുമല്ല. അത് അവരുടെ പാർട്ടിക്കകത്തുണ്ടായ പ്രശ്നമാണ്. ബൈഡന് വേണ്ട വിധത്തിൽ ഡെമോക്രാറ്റിക് പോളിസി പറയാൻ പോലും കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ്. ഇവിടെ അതേസമയം തന്നെ നോൺ കമ്മിറ്റഡ് വോട്ടേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, ബൈഡനെയോ ട്രംപിനെയോ അല്ലെങ്കിൽ ബൈഡനെയോ കമലാസിനെയോ ഒന്നും പിന്തുണയ്ക്കാത്ത ആളുകളുണ്ട്. അവരുടെ കോസ് ഫലസ്തീൻ കോസാണ്. അങ്ങനെ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് മിഷിഗൺ പോലുള്ള അറബ് പോപ്പുലേഷൻ കൂടുതലുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതൽ വരുന്നത്. ഈ ഡെമോക്രാറ്റ് പാർട്ടിയുടെ നയവും എന്തായാലും ഇപ്പോൾ കമലാ ഹാരിസ് കുറേ കൂടി തീവ്രമായ റാഡിക്കലായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാലും ഈ അമേരിക്കയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ തിരുത്താൻ കമലാ ഹാരിസിന് പറ്റുമോ? നമ്മൾ കമലാ ഹാരിസിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയാല് വളരെ വ്യക്തമായി പിന്നെ ഈ പറഞ്ഞ ഒരു ഇസ്രായേൽ അനുകൂല നിലപാടിന്റെ ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ അതിപ്പോ അമേരിക്കയിലെ ഏറ്റവും വലിയ ശക്തമായ സ്വാധീനമുള്ള ജൂയിഷ് ലോബി ആയിട്ടുള്ള ഐപാക്, അതുപോലെ തന്നെ എന്താണ് ഡെമോക്രാറ്റിക് പാർട്ടി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് ഗ്രൂപ്പ്, അത്തരം ഗ്രൂപ്പുകൾ, അതുപോലെ ഒരുപാട് അത്തരം ഗ്രൂപ്പുകളുണ്ട്. ഈ സിയോണിസ്റ്റ് ലോബിയുടെ തന്ത്രങ്ങളെ അവർ കൂടുതലായി അമേരിക്കൻ ഭരണകൂടങ്ങളെ പ്രഷറൈസ് ചെയ്യുന്ന അത്തരം ലോബികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് കമലാ ഹാരിസിന്റെ ഒരു ഹിസ്റ്ററി തന്നെ. ഇപ്പോ ഈവൻ നെതന്യാഹുവിന്റെ സന്ദർശനത്തിന് US കോൺഗ്രസ് അവർ നെതന്യാഹു പ്രസംഗിക്കുമ്പോൾ ഇവര് അസാന്നിധ്യം, അവർ മറ്റൊരു ഷെഡ്യൂളിംഗ് കോൺഫ്ലിക്ട് പറഞ്ഞിട്ടാണ് മാറുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ തന്നെ ഇവരുടെ ഭർത്താവ് പിന്നെ ഈ ഐപാക്കിന്റെ ഇതിന് സമാനമായ മറ്റൊരു ജൂയിഷ് ലോബിയുടെ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾക്ക് മേക്ക് നോ മിസ്റ്റേക്ക്, ഒരു തെറ്റും, നിങ്ങൾ ഒരു തെറ്റിദ്ധാരണയും വേണ്ട,
പിന്നെ ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിന്, ഇസ്രായേലിന്റെ ഒരു സെക്യൂർ ആൻഡ് മോർ ഡെമോക്രാറ്റിക് ഇസ്രായേൽ, അതിന് കമല ഹാരിസ് പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ അവരുടെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ അത്തരം ധാരാളം സംഭവങ്ങൾ ഉദ്ധരിക്കാൻ പറ്റും. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഇപ്പോഴുള്ള ഒരു രീതികൾ, ഇപ്പോഴുള്ള ഒരു സെറ്റപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കോ ഡെമോക്രാറ്റിക് പാർട്ടിക്കോ അവരുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആര് തന്നെ ആയാലും, അവസാനം വൈറ്റ് ഹൗസിൽ ആര് തന്നെ വന്നാലും, ഈ പോളിസികളിലൊന്നും കാര്യമായൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറം ഇതിന്റെ ഒരു 20 years ഫ്രം നൗ, ബിറ്റ്വീൻ 20 to 30 years ഫ്രം നൗ, ഈ സമവാക്യങ്ങളിൽ മാറ്റങ്ങൾ വരാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പൗരാവകാശ പ്രവർത്തകര്, അതുപോലെ തന്നെ വളരെ നിഷ്പക്ഷരായിട്ടുള്ള വോട്ടേഴ്സ്, വെറും അറബ് പോപ്പുലേഷൻ മാത്രമല്ല, ഈ പറയുന്ന ഗസയിലെ കൂട്ടക്കൊലക വംശഹത്യയുടെ ലൈവ് സ്ട്രീമിംഗ് കണ്ടിട്ട് മനുഷ്യാവകാശ, നമുക്കറിയാലോ, മനുഷ്യ നാഗരികത എപ്പോഴും സമാധാനത്തിനും അതുപോലെ തന്നെ മനുഷ്യാവകാശ സംരക്ഷണങ്ങൾക്കൊക്കെ വേണ്ടി നിലകൊണ്ടിട്ടുള്ള രീതികൾ നമ്മൾ പരിശോധിച്ച് നോക്കുക. ഈ പറയുന്ന സംവിധാനങ്ങൾ, ഐക്യരാഷ്ട്രസഭ പോലുള്ള സംവിധാനങ്ങൾ, ഈ മനുഷ്യ ചരിത്രത്തിലെ ഉടനീളം ഇത്തരം സമാധാനത്തിനും മറ്റു ആളുകളുടെ അവകാശങ്ങൾക്കൊക്കെ വേണ്ടി നിലകൊണ്ടിട്ടുള്ള സംരംഭങ്ങളുണ്ട്. ആ സംരംഭങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ആ മനുഷ്യ സമൂഹം സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇപ്പൊ യുണൈറ്റഡ് നേഷൻ നിഷ്ക്രിയമാകുന്നു, അന്താരാഷ്ട്ര കോടതിയുടെ അവരുടെ ഉത്തരവുകൾക്ക് ഒരു ബൈൻഡിങ് ഇഫക്റ്റ് ഇല്ല, വെറും ഒരു അഡ്വൈസറി റോളിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പോലും പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും, അത്തരം കോടതി വിധികളും അത്തരം പിന്നെ ഐക്യരാഷ്ട്രസഭ പോലുള്ള സംവിധാനങ്ങളുടെ ആ ഒരു ചാർട്ടറും ഒക്കെ തന്നെ ഏതൊരു പശ്ചാത്തലത്തിലാണ് രൂപപ്പെട്ടു വന്നതെന്ന് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള, എല്ലാ മനുഷ്യരുടെയും തുല്യമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യത്തിൽ നിന്നും ഒരു ആവേശത്തിൽ നിന്നുമൊക്കെയാണ് അത് വന്നത്. ആ താല്പര്യവും ആവേശവും അതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റും ലോകത്തുടനീളം എല്ലാ വിഭാഗം ജനങ്ങളിലും നിലനിൽക്കുന്നു. അമേരിക്കയും അതിനെതിരല്ല, അപവാദമല്ല. അപ്പോ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പാർട്ടികൾ, അത് റിപ്പബ്ലിക്കൻസ് ഡെമോക്രാറ്റ്സിന് വ്യത്യാസമില്ലാതെ എത്ര തന്നെ ഈ ഒരു വൺ സൈഡ് ആയിട്ടുള്ള സാമ്രാജ്യത്വ പ്രൊജക്ടിനെ എത്ര തന്നെ പിന്തുണച്ചാലും സ്വാഭാവികമായി ഇത്തരം സംഗതികൾക്ക് മാറ്റം വരും. ഏത് സാമ്രാജ്യത്വ ശക്തിയും അവസാനം നിലം പതിച്ചത് ഇത്തരം പ്രശ്നങ്ങളുടെ പേരിൽ തന്നെയാണ്. അതായത് വളരെ കടുത്ത അനീതി നടക്കുമ്പോൾ, വളരെ ശക്തമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അതിനോട് കണ്ണടക്കുന്നത്, അതിനെ പരിഗണിക്കാതിരിക്കുന്നത്, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാതിരിക്കുന്നത്, നീതിക്ക് വേണ്ടി നിലകൊള്ളാതിരിക്കുന്നതൊക്കെ കണ്ട് അതിൽ മടുത്ത ജനവിഭാഗങ്ങളുടെ പോരാട്ടങ്ങളുടെയും അവരുടെ നിരന്തരമായി ഇപ്പോൾ തന്നെ നമ്മൾ നോക്കും, ഫലസ്തീനിലെ ഈ പോരാട്ടങ്ങൾ വളരെ ആ ഒരു ജനവിഭാഗത്തിന്റെ ശക്തമായ ഒരു റെസിസ്റ്റൻസ് ആണ്. അമേരിക്കയിലേക്കുള്ള പല ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോളമിസ്റ്റുകളും അതിനെക്കുറിച്ച് എഴുതുന്നു. അതായത് ഫലസ്തീനികൾ ഇപ്പൊ റെപ്രസെന്റ് ചെയ്യുന്നത് ലോകത്തുടനീളമുള്ള സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെയാണ് ഫലസ്തീനികൾ ഇപ്പൊ പ്രതിനിധീകരിക്കുന്നത് എന്ന അർത്ഥത്തിൽ ധാരാളമായിട്ടുള്ള വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോ ലോകത്ത് നടക്കുന്ന അനീതികൾക്കെതിരെയുള്ള സാമ്രാജ്യത്വ ദുഷ്ചെയ്തികൾക്കെതിരെയുള്ള ഒരു പ്രതികരണമായും പ്രതിഷേധമായും സമരാഗ്നിയൊക്കെ ആയിട്ട് ഈ ഫലസ്തീൻ പ്രശ്നം മാറിക്കൊണ്ടിരിക്കുന്നു. അത് മാറുക തന്നെ ചെയ്യും. അതിലാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. ഡോക്ടർ പി ജെ വിൻസെന്റ്, അങ്ങ് കേൾക്കാമെങ്കിൽ ഈ ലോകരാജ്യങ്ങളിൽ പ്രത്യേകിച്ചും അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളിൽ വരുന്ന ഒരു പോളിസി ഷിഫ്റ്റ്, ഇസ്രായേലിനെതിരായ പോളിസി ഷിഫ്റ്റ് യഥാർത്ഥത്തിൽ യുദ്ധം നിർത്താൻ സഹായകരമാകുമോ? അത് തീർച്ചയായിട്ടും സഹായകരമാകും. കാരണം ഈ ഇസ്രായേൽ അമേരിക്ക സഖ്യം അതിനപ്പുറത്തേക്ക് ഈ പ്രശ്നത്തിൽ ലിബറൽ പൊസിഷനിലേക്ക് യൂറോപ്യൻ യൂണിയൻ മാറിയിട്ട് ഒരു ദശാബ്ദക്കാലമെങ്കിലുമായി. പല സന്ദർഭങ്ങളിലും ഫ്രാൻസിന്റെ ശബ്ദം വളരെ വ്യത്യസ്തമായി മുഴങ്ങി കേൾക്കാറുണ്ട്. അമേരിക്കയിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു വിഭാഗം മനുഷ്യർ ഫലസ്തീനികളുടെ സ്വയം നിർണായകാവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന സാഹചര്യമുണ്ട്. അവിടെ പുതിയ പ്രഷർ ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. ട്രംപിസത്തിന് ഇപ്പോഴും നിർണായകമായ സ്വാധീനം അവിടെ ഉണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു ജനാധിപത്യത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ടും മാനവികതയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും ഈ ഫലസ്തീൻ വിഷയം പരിഹരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തണം എന്ന വാദത്തിന്
അമേരിക്കൻ രാഷ്ട്രീയത്തിലും ശക്തി കൂടി വരികയാണ്. ഈ രണ്ട് പ്രക്രിയകളും ഒരു ഭാഗത്ത് ഫലസ്തീൻ അനുകൂലമായി ആഗോള അഭിപ്രായം രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് യൂറോപ്യൻ ലോകത്തും അമേരിക്കകളിലും അത് വളരെ ശക്തമാണ്. ലാറ്റിൻ അമേരിക്കയിൽ വളരെ കൃത്യമായി അവർ ഫലസ്തീനു വേണ്ടി നിലകൊള്ളുന്നു. ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ദക്ഷിണാഫ്രിക്കയാണ് യുദ്ധ കുറ്റവാളി ആയി ഇസ്രായേലിനെ കാണണം, ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണണം എന്ന വാദമുയർത്തി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കേസ് കൊടുത്തത്. ഏഷ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഫലസ്തീൻ അനുകൂലമായി സംഘടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അമേരിക്കയ്ക്ക് അതിന്റെ സഖ്യശക്തികളിൽ നിന്ന് തന്നെ പഴയതുപോലെ പിന്തുണ കിട്ടുന്നില്ല. ഇപ്പോ ഇംഗ്ലണ്ടിൽ വന്നിട്ടുള്ള മാറ്റം പ്രകടമാണ്. അവിടെ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നത് വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ കാര്യമായ ഒരു വലിയ ചേഞ്ച് ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അമേരിക്കയുടെ ഇസ്രായേൽ പോളിസിയോട് എപ്പോഴും ഒത്തുചേർന്ന് പോകുന്ന ഒരു നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമതുലിതമായ നിലപാട് ഇംഗ്ലണ്ട് സ്വീകരിച്ചേക്കാം. ഇത്തരം മാറ്റങ്ങൾ വളരെ പ്രകടമായി തന്നെ ആഗോള രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. എന്നാൽ ഇത്തരം പ്രതീക്ഷകൾ നിലനിൽക്കെ തന്നെ ഇതോടൊപ്പം കൺസർവേറ്റീവ് റെവല്യൂഷന്റെ ഭാഗമായി ഈ രാജ്യങ്ങളിലൊക്കെ തീവ്ര വലതുപക്ഷ ശക്തികൾ കരുത്താർജിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ്. ഇപ്പൊ ഇറ്റലിയിൽ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി പാർട്ടിയുടെ നേതാവായിട്ടാണ് ജോർജിയ മെലോണി അവിടെ പ്രൈം മിനിസ്റ്റർ ആവുകയുണ്ടായി. ഫ്രാൻസിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ മാരി ലീപിന്നിന്റെ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടുവെങ്കിലും അവർക്ക് നിർണായകമായ വോട്ട് ഷെയർ ഉണ്ട്. യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവര് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയുണ്ടായി. ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ ലേബർ പാർട്ടിയുടെ വിജയം ആവേശകരമായ ഫലം നൽകുമ്പോൾ അവിടെ പരമ്പരാഗതമായി ലേബർ പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി, ലിബറൽ പാർട്ടി എന്ന നിലയിൽ വോട്ട് ഷെയർ ഉണ്ടായിരുന്നത് ഇത്തവണ റിഫോം UK പാർട്ടി 14% വോട്ട് നേടിയിരിക്കുന്നു. അവിടെ ലിബറൽ പാർട്ടിക്ക് 12% വോട്ട് മാത്രമേ നേടാൻ സാധിച്ചു. അപ്പോൾ ഈ വോട്ട് ഷെയറിൽ അവിടെ തീവ്ര വലതുപക്ഷത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മേൽക്കോയ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഇത്തരം ക്യാമ്പസുകളിൽ ടെന്റ് കെട്ടി സമരം വലിയ മുന്നേറ്റമായി മാറി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഫലസ്തീനികൾക്ക് വേണ്ടി അണിനിരുന്നത്. അത് പോസിറ്റീവായ ഫലമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2011 സുക്കോട്ടി പാർക്കിൽ അവിടെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കുപ്പൈ വാൾ സ്ട്രീറ്റ് മൂവ്മെന്റ് നടത്തിയതിന് സമാനമായ തലത്തിലേക്ക് അമേരിക്കയിലെ വിവിധ ക്യാമ്പസുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ പ്രോ ഫലസ്തീനിയൻ മൂവ്മെന്റിന് കഴിഞ്ഞു. ഇത് പറയുമ്പോൾ തന്നെ അമേരിക്കയിൽ ആന്റി ഫലസ്തീനിയൻ അല്ലെങ്കിൽ പ്രോ ഇസ്രായേൽ ബ്ലോക്കിന്റെ ശക്തി നമ്മൾ കുറച്ച് കാണരുത്. ഇപ്പൊ ക്രിസ്ത്യൻസ് യുണൈറ്റഡ് ഫോർ ഇസ്രായേൽ എന്ന ഏറ്റവും ശക്തമായ പ്രോ ഇസ്രായേൽ ലോബിയിൽ 70 ലക്ഷം ആളുകൾ, 7 മില്യൺ ആളുകളാണ് അതിൽ അംഗമായിട്ടുള്ളത്. അവരുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിക്ക് വലിയ സ്വാധീനം അവിടെ ഉണ്ട്. അവിടുത്തെ പ്രൊട്ടസ്റ്റന്റ് ക്രിയേഷനിസ്റ്റുകൾ എന്ന് പറയുന്ന തീവ്ര മതവാദികൾ, ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ, ഇവരുടെയൊക്കെ എണ്ണം നിർണായകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് സമീപകാലത്തൊന്നും അമേരിക്കയിൽ കമലാ ഹാരിസ് പ്രസിഡന്റ് ആയെങ്കിൽ പോലും ഇസ്രായേലിനോടുള്ള നയത്തിൽ കാതലായ മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ അവിടുത്തെ യുവജനങ്ങളിൽ വിശിഷ്യ ക്യാമ്പസുകളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന ഈ ശബ്ദം കണ്ടില്ല എന്ന് നടിക്കാൻ അമേരിക്കൻ ഭരണപക്ഷത്തിന് കഴിയില്ല. മാത്രവുമല്ല, 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ക്രൂരമായ വംശഹത്യയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിൽ അവരുടെ യുദ്ധത്തിന് ആധാരമായി അവർ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ ഒന്നും നേടാൻ സാധിച്ചില്ല. IDF ചീഫ് തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് ഇസ്രായേലിന് ഒരിക്കലും ഹമാസിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല, കാരണം ഹമാസ് ജീവിക്കുന്നത് ഫലസ്തീനികളെ, ഗാസൻ നിവാസികളുടെ മനസ്സിലാണ് എന്ന പ്രഖ്യാപനം അവർ നടത്തുകയുണ്ടായി. ഒരുപക്ഷെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. അത് വളരെ വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യത്തെ അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. കാരണം ഹമാസ് എന്ന സംഘടനയോ അതിന്റെ നേതാക്കളെയോ കൊലപ്പെടുത്തിക്കൊണ്ട് ഹമാസ് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. ഗസയിലെ മഹാഭൂരിപക്ഷം ആളുകൾ, 23 ലക്ഷം മനുഷ്യരും ഏറെക്കുറെ സമ്പൂർണമായി തന്നെ അവരുടെ
ജന്മഭൂമി സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന ആശയത്തെയും അവരുടെ സാംസ്കാരിക പശ്ചാത്തലത്തെ ആധാരമാക്കി ഒരു ഗവൺമെന്റ്, സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കണം എന്ന ആശയത്തെയും പിന്തുണയ്ക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ ഇസ്രായേലി സൈന്യത്തിന്റെ മേധാവികളുടെ ഇടയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. ഇത്തരം മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഈ ഇസ്രായേൽ ഫലസ്തീൻ ബന്ധങ്ങളിൽ പ്രതിഫലിക്കും. ഒരുപക്ഷെ ഫലസ്തീനുകളോട് കൂടുതൽ ജനാധിപത്യപരമായി പെരുമാറാൻ ഇസ്രായേൽ നിർബന്ധിതമാക്കപ്പെടും. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാലം തന്നെ അധിക കാലമില്ല എന്നതും ഒരു വാസ്തവമാണ്. അമേരിക്കയിൽ ബേർണി സാൻഡേഴ്സൺ 1991 മുതൽ അദ്ദേഹം അമേരിക്കൻ കോൺഗ്രസ് അംഗമാണ്. 1991 മുതൽ 2007 വരെ അദ്ദേഹം ഹൗസ് ഓഫ് കോമൺസിൽ അംഗമാണ്. 2007 ശേഷം അദ്ദേഹം സെനറ്റ് അംഗമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ പ്രസക്തമായിരുന്നു. എന്തിന് ഈ വാർ ക്രിമിനലിനെ അമേരിക്കൻ പാർലമെന്റിന്റെ, അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഡ്രസ് ചെയ്യുന്നതിന് ക്ഷണിച്ചു എന്ന് ശക്തമായി ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ലോകത്തിന്റെ കണ്ണു തുറപ്പിക്കുന്നതാണ്. ഇത്തരമൊരു പ്രസംഗം അറബ് ലോകത്തു നിന്നോ മുസ്ലിം ലോകത്തു നിന്നോ ഏഷ്യ ആഫ്രിക്കയിൽ നിന്നോ അല്ല വരുന്നത്, അമേരിക്കയിൽ നിന്ന് തന്നെയാണ് വരുന്നത് എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വാർ ക്രിമിനൽ എന്ന പട്ടം ചാർത്തുകയും വാറന്റ് ഇഷ്യൂയും ചെയ്യുകയും ചെയ്ത ഒരു മനുഷ്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ അമേരിക്കൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത് നാണക്കേടാണെന്നും ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണെന്നും അദ്ദേഹം ബേർണി സാൻഡേഴ്സ് അമേരിക്കൻ കോൺഗ്രസിലെ തന്റെ പ്രസംഗത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ഇത്തരം മാറ്റങ്ങൾ ആഗോളാടിസ്ഥാനത്തിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഗാസയിൽ ഇപ്പോഴും തുടരുന്ന അതീവ ഹൃദയശൂന്യമായ വംശഹത്യക്ക്, നരഹത്യക്ക് ഒരു പരിഹാരമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇന്ന് തന്നെ അവിടെ ഖദീജ സ്കൂളിൽ നടത്തിയിട്ടുള്ള ബോംബാക്രമണത്തിൽ 50-ലധികം ആളുകളാണ് തൽക്ഷണം കൊല ചെയ്യപ്പെട്ടത്. അപ്പം ഖാനിൻ യൂണിവേഴ്സിൽ ഇപ്പോൾ അക്രമം നടക്കുന്നു. അപ്പോൾ സ്കൂളുകളും ആശുപത്രികളും അതുപോലെ ജനാധിവാസ കേന്ദ്രങ്ങളും കാർപ്പറ്റ് ബോംബിംഗ് ചെയ്യുന്നത് ഇപ്പോഴും ഒരു അവസാനവുമില്ലാതെ ഇസ്രായേൽ തുടരുകയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ചെറുതെങ്കിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും അന്ധകാരത്തിൽ ഒരു ചെറിയ തിരിവെളിച്ചം പോലെ ലോകത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കും മാനവികത ആഗ്രഹിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മനുഷ്യന്റെ നന്മയിൽ ആഗ്രഹിക്കുന്ന ജനത്തിന് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്തായാലും ഈ ഗസ യുദ്ധം അധിക കാലം ഇസ്രായേലിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിഥികളിലേക്ക് തിരികെ ഡോക്ടർ ടി കെ ജാബിർ, ഇവിടെ ഒരു വശത്ത് യൂറോപ്പിലും അതുപോലെ അമേരിക്കയിലും വലിയ തോതിലുള്ള അഭിപ്രായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അഭിപ്രായ മാറ്റങ്ങൾ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ തന്നെയുണ്ട്, അത് കുറെ കൂടി തീവ്രമായി വരുന്നുണ്ട്. പക്ഷേ മിഡിൽ ഈസ്റ്റ് നോക്കുക, മിഡിൽ ഈസ്റ്റ് എത്രമാത്രം ഇൻഡിഫറൻ്റ് ആണ്, നിസ്സംഗമാണ് രാഷ്ട്രീയമായി. യഥാർത്ഥത്തിൽ ഈ പാലസ്റ്റൈൻ പ്രശ്നം പരിഹരിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ വലിയൊരു കാരണം അറബ് രാജ്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ പാലസ്തീൻ്റെ അയൽ രാഷ്ട്രങ്ങൾ തന്നെയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ 1948 ഇസ്രായേൽ സ്ഥാപിച്ചത് മുതൽ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്. 48, 56, 67, 73 അങ്ങനെ യുദ്ധങ്ങൾ അത്രയും നടന്നു. പിന്നീട് 78 ക്യാമ്പ് ഡേവിഡ് അക്കോർഡിലൂടെ ഈജിപ്റ്റ്, അതുവരെ ഉണ്ടായിരുന്ന യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഈജിപ്റ്റ് ഇതോടുകൂടി യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഈജിപ്തിൽ നിന്ന് സമാധാനം ഇസ്രായേലിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്ത് പ്രഖ്യാപിച്ചിരുന്നത്. അത് അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോൾഡ് വാർ ആയിരുന്നു. കോൾഡ് വാറിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ എത്രത്തോളം ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അന്തർദേശീയ രാഷ്ട്രീയത്തിലെ മത്സരം, അതായത് ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയനും മറുഭാഗത്ത് അമേരിക്കയും ചേർന്നുകൊണ്ടുള്ള ഒരു മത്സരം അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ആ മത്സരത്തിന് ഈ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റും വേദിയായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ആദ്യ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ കൃത്യമായ പിന്തുണ ഉണ്ടായിരുന്ന രാജ്യമാണ് ഈജിപ്റ്റ്. ആ സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു
ഇസ്രായേലിനെതിരെ ഈജിപ്റ്റ് ഏറ്റവും അധികം റെസിസ്റ്റ് ചെയ്തിരുന്നത് ഇറാഖ്, സിറിയയും ഒക്കെ റെസിസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ ഒരു സോഷ്യലിസ്റ്റ് സെക്യുലർ ആശയങ്ങളുള്ള പാർട്ടികളായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈജിപ്റ്റ്, ഇറാഖ്, അതുപോലെ തന്നെ സിറിയ. പക്ഷെ അതിൽ നിന്നെല്ലാം പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ 70കളുടെ ഒടുവിൽ അങ്ങനെയാണ് ഈജിപ്റ്റ് അമേരിക്കയുടെ പിന്തുണ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടുതൽ പ്രഷർ അതിന് കീഴടങ്ങുകയായിരുന്നു ഈജിപ്റ്റ് എന്നുള്ളത് നമ്മൾ കാണാൻ പറ്റും. ഒന്നാമത്തെ ഏറ്റവും പ്രധാന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാലസ്തീൻ്റെ അയൽ രാഷ്ട്രങ്ങളായിട്ടുള്ള അറബ് രാഷ്ട്രങ്ങൾ അവരുടെ 2 അല്ലെങ്കിൽ 3 നൂറ്റാണ്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏകദേശം 2 നൂറ്റാണ്ടായിട്ടുള്ള, അതായത് ഓട്ടോമൻ എംപയർ തകർന്നതിന് ശേഷം ഉണ്ടായി വന്നിട്ടുള്ള അവരുടെ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനുള്ള അവരുടെ വിലപേശൽ ശേഷി, അല്ലെങ്കിൽ അവരുടെ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനുള്ള അവരുടെ ദൗർബല്യം വന്നതുകൊണ്ടാണ് അവരുടെ ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതാണ് അതുവരെ 1920കൾ വരെ, അല്ലെങ്കിൽ 19ാം നൂറ്റാണ്ട് വരെ വളരെ ശക്തമായി ബ്രിട്ടീഷ് എംപയറിനോട് കോമ്പീറ്റ് ചെയ്തിരുന്ന ഒരു എംപയർ ആയിരുന്നു ഓട്ടോമൻ എംപയർ. ഈ ഓട്ടോമൻ എംപയർ, ടർക്കിയിലുള്ള ഓട്ടോമൻ എംപയർ ഡിക്ലൈൻ ചെയ്യുകയായിരുന്നു. അതായത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ആധുനികവൽക്കരണം സാധ്യമാകാത്തത്. ഇപ്പോൾ താരീഖ് അലിയെ പോലുള്ള ന്യൂ ലെഫ്റ്റ് റിവ്യൂവിൻ്റെ എഡിറ്റർക്ക് അതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് യൂറോപ്പിൽ ആധുനികതയും നവോത്ഥാനവും എൻലൈറ്റൻമെൻ്റ് എല്ലാം സംഭവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം ഓട്ടോമൻ എംപയറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് യൂറോപ്പിൽ എന്ത് സംഭവിക്കുന്നു, ആധുനികതയുടെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു, അതായത് പ്രത്യേകമായിട്ടും ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേറ്റങ്ങളിലോ മാത്രമല്ല, 17ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. 1789 ഫ്രഞ്ച് വിപ്ലവം, അതിനെ തുടർന്നുണ്ടായി വന്നിട്ടുള്ള യൂറോപ്പിലെ മാറ്റങ്ങൾ, അതായത് ദേശരാഷ്ട്രങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഓരോ രാഷ്ട്രങ്ങളും അവരുടെ പ്രത്യേകമായിട്ടുള്ള നേഷനെ അംഗീകരിക്കുന്ന, അതായത് നാഷണൽ സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു 17ാം നൂറ്റാണ്ടിലാണ്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും അതേപോലെ തന്നെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിലുണ്ടായ അല്ലെങ്കിൽ അവരുടെ അതിലുണ്ടായിട്ടുള്ള പോരായ്മകളും അതിനോട് തിരിഞ്ഞു നിന്നിട്ടുള്ളതുമായിട്ടുള്ള ഓട്ടോമൻ എംപയറിൻ്റെ അത്തരത്തിലുള്ള നടപടികളും കൊണ്ട് ബൗദ്ധികമായിട്ടുള്ള വലിയൊരു തകർച്ച, അല്ലെങ്കിൽ ഒരു വലിയൊരു വാക്കും സൃഷ്ടിക്കുന്നുണ്ട് 20ാം നൂറ്റാണ്ടിൽ. ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ യൂറോപ്പ് വലിയ രീതിയിൽ ശാസ്ത്രീയമായിട്ടും അതേപോലെ തന്നെ രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും മുന്നേറുന്നുണ്ട്. അതിൻ്റെ എല്ലാം റിസൾട്ടായിട്ട് കൂടി തന്നെയാണ് നമ്മൾ ഈ ആധുനിക ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ സ്ഥാപനം എന്നുള്ളത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ 1910 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കൂ. തുർക്കി എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സാമ്രാജ്യം ഓരോ വർഷവും തകർന്ന് അതിൻ്റെ ബലക്ഷയം നമ്മൾക്ക് കാണാൻ കഴിയുകയാണ്. അതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്ററായിരുന്ന ഓട്ടോമൻ എംപയർ ഇല്ലാതായതോട് കൂടിയിട്ട് പുതിയൊരു സമവാക്യം രൂപപ്പെടും. അമേരിക്കയുടെ ഒരു പുതിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുന്നു. അതിൻ്റെ എല്ലാ റിസൾട്ടായിട്ട് കൂടിയാണ് ഇസ്രായേൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഓട്ടോമൻ എംപയറുടെ ഭാഗമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് പാലസ്തീൻ്റെ അയൽ രാഷ്ട്രമായിട്ടുള്ള മുസ്ലിം അറബ് രാഷ്ട്രങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ്. ഈ ഭാഗത്തൊന്നും വലിയ രീതിയിലുള്ള ശാസ്ത്രീയ മുന്നേറ്റങ്ങളോ അല്ലെങ്കിൽ സാമൂഹ്യ മുന്നേറ്റങ്ങളോ രാഷ്ട്രീയ മുന്നേറ്റങ്ങളോ ഉണ്ടായി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ഇനി ഏതെങ്കിലും രൂപത്തിൽ സാമൂഹ്യ മുന്നേറ്റങ്ങൾ, രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഉണ്ടായി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ബ്രിട്ടൻ്റെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെയും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഈ മേഖലയിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ജനാധിപത്യ ഭരണകൂടങ്ങൾ, ഈ പശ്ചിമേഷ്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിക്കവാറും ഡിസ്കഷനിൽ ഞാൻ ഇത് പറയാറുള്ളതാണ്. അതായത് പശ്ചിമേഷ്യയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ജനാധിപത്യത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ വികാസം സംഭവിക്കുന്ന ആ പ്രവണത കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അമേരിക്കയും ബ്രിട്ടനും ചേർന്നിട്ടുള്ള ഒരു കോൺസ്പിരസി ഉണ്ടാക്കുകയും CIA ഉൾപ്പെടെയുള്ള സംഘം അവിടെ ഇടപെട്ട്
അതിനെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഇസ്രായേലിലെ ഏറ്റവും വലിയ ഭീഷണി, ഏറ്റവും വലിയ ശത്രുവായിട്ട് പരിഗണിക്കുന്നത് ഇറാനാണല്ലോ. ഇറാൻ ഓഫ് കോഴ്സ് ഒരു പൗരോഹിത്യ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്താണ് ഇറാൻ ഒരു പൗരോഹിത്യ തിയോക്രാറ്റിക് സ്റ്റേറ്റായിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ളത് പല ചർച്ചകളിലും ജേർണലിസ്റ്റുകളോ അല്ലെങ്കിൽ അക്കാഡമിഷ്യന്മാരോ അല്ലെങ്കിൽ ഇങ്ങനെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾ പലപ്പോഴും പറയാത്ത ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇറാൻ വലിയൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ട് മാറി, അല്ലെങ്കിൽ പുരോഹിതന്മാർ, അല്ലെങ്കിൽ ആയത്തുല്ലൊക്കെ മെനെ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഹമ്മദ് നിജാദ് ഇങ്ങനെയുള്ള ആളുകളായിട്ട് മാറി എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിക്കില്ല. 1950 അവിടെയുള്ള മൊണാർക്കിയെ, അതായത് പെഹലവി ഡൈനാസ്റ്റിയെ മറികടന്നുകൊണ്ട് അവിടെ ഒരു ദേശീയ ജനാധിപത്യ സർക്കാർ ഉണ്ടാവുകയും വെറും 3 വർഷം കൊണ്ട് അതിനെ CIA ഉൾപ്പെടെയുള്ളവരുടെ കോൺസ്പിറസി അട്ടിമറി മൂലം ആ ജനാധിപത്യ ദേശീയ സർക്കാർ ഇല്ലാതാകുകയാണ് ചെയ്തത്. അങ്ങനെ ആ ജനാധിപത്യ ഭരണകൂടങ്ങൾ, അപ്പോൾ ഈ ജനാധിപത്യത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും വാതോരാതെ പറയുന്ന പാശ്ചാത്യ മാധ്യമങ്ങളും അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തുള്ള പണ്ഡിതരും എല്ലാവരും എപ്പോഴും ആലോചിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. എന്തുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നൊരു സങ്കല്പം ഉണ്ടായി വരുമ്പോൾ ഉടനെ തന്നെ അതിനെ അട്ടിമറിക്കുന്നു? അങ്ങനെ 1953 അട്ടിമറിച്ച ഒരു ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചതിന് ശേഷമാണ് അവിടെ വീണ്ടും ആ പഴയ പെഹലവി ഡൈനാസ്റ്റി അവിടെ റീപ്ലേസ് ചെയ്യുന്നത് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാഷ്ട്രീയ സംഘം. ഫലസ്തീന്റെ അയൽവാസികളിൽ നിന്ന് ഫലസ്തീൻ അനുഭവിക്കുന്ന ദുരിതത്തിലേക്ക് ഒരു പ്രതികരണം നാം പ്രതീക്ഷിക്കുന്നത് തന്നെ അസാംഗത്യമാണ് എന്നാണ് ഡോക്ടർ ടി കെ ജാബർ ചൂണ്ടിക്കാട്ടുന്നത്. ഡോക്ടർ പി ജെ വിൻസെന്റ്, ഇവിടെ ചൈനയുടെ ഒരു ഇടപെടൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഫത്താഹ് അതുപോലെ ഹമാസും തമ്മിലുള്ള ഒരു ഐക്യ സർക്കാർ യുദ്ധത്തിന് ശേഷം ഉണ്ടാക്കും എന്ന ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. ചൈന ഇതിനു മുമ്പ് സൗദിയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഊഷ്മളമാക്കുന്നതിന് ഇടപെട്ടു. ഈ ചൈനീസ് ഇടപെടൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് മിഡിൽ ഈസ്റ്റിൽ? അത് മറ്റൊരർത്ഥത്തിലുള്ള അധിനിവേശ ഇടപെടൽ ആയി തന്നെ കാണാൻ സാധിക്കുന്നു. ഇപ്പോ ഈ കഴിഞ്ഞ 2 ദശാബ്ദത്തിനുള്ളിൽ 21ാം നൂറ്റാണ്ടിലെ 2 ദശാബ്ദത്തിൽ വന്നിട്ടുള്ള പ്രകടമായ മാറ്റം ലോകം ഒരു കളക്റ്റീവ് സെക്യൂരിറ്റി എന്നതിൽ നിന്ന് തിരിച്ച് ബാലൻസ് ഓഫ് പവറിലേക്ക് നീങ്ങുന്നു എന്നതാണ്. അതായത് രാജ്യങ്ങൾ കൂടുതൽ അന്താരാഷ്ട്രീയം, അതായത് ഇന്റർനാഷണലിസത്തിൽ നിന്ന് കൂടുതലായി ദേശീയതയിലേക്ക് പിന്മടക്കം നടത്തുന്നു എന്നതാണ്. ഇപ്പം ഷീ ജിൻപിങ്ങിന്റെ സ്വപ്ന പദ്ധതിയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി വെസ്റ്റ് ഏഷ്യയെ ചൈനയുടെ നിർമ്മാണാത്മക പദ്ധതിയിലേക്കും, അതായത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിലേക്കും അവരുടെ വികസന പദ്ധതിയിലേക്കും ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചൈന ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി റഷ്യയുമായി ബന്ധപ്പെട്ട് ഈ പശ്ചിമേഷ്യൻ മേഖലയിലെ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, റഷ്യയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ, അവിടുത്തെ പ്രതിരോധത്തിൽ റഷ്യയുടെ മേധാവിത്വം അംഗീകരിക്കുകയും സാമ്പത്തിക പ്രക്രിയയിൽ ചൈന അധീശത്വം പുലർത്തുകയും ചെയ്യുന്ന ഒരു ധാരണയാണ് ഷീ ജിൻപിങ്ങും അതുപോലെ വ്ളാഡിമിർ പുടിനും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം പരിമിതമായ തോതിലെങ്കിലും നോർമലൈസ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതിനോട് പോസിറ്റീവായിട്ട് ലോകരാജ്യങ്ങൾ പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം ഇന്ന് ലോകത്തിൽ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ രാജ്യം ചൈനയാണ്. ഏറ്റവും വലിയ ലോകത്തിലെ 2ാമത്തെ സാമ്പത്തിക ശക്തി ചൈനയാണ്. ആ ചൈനയ്ക്ക് ലോകത്തിലെ 2ാമത്തെ സൈനിക ശക്തിയായ റഷ്യയുടെ സമ്പൂർണമായ പിന്തുണയുമുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ചൈനയുടെ ഇടപെടൽ തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങൾ തന്ത്രപരമായ കാരണങ്ങളാലും സ്വീകരിക്കുക എന്നത് സ്വാഭാവികമാണ്. അവിടെയാണ് ചൈനയുടെ ഗ്രോയിങ് ഇൻഫ്ലുവൻസ് ഇൻ മിഡിൽ ഈസ്റ്റ്, അത് ഒരു യാഥാർത്ഥ്യമാണ്. ചൈനീസ് ഇടപെടലുകൾ ഒരുപക്ഷെ പോസിറ്റീവായ ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നാൽ ഇവിടെ നമ്മൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് റഷ്യ അല്ലെങ്കിൽ ചൈന സൈനികമായിട്ടോ അല്ലാതെയോ നേരിട്ട് ഇടപെടാനുള്ള താല്പര്യം കാണിക്കുന്നില്ല എന്നിടത്താണ് ഗസയിലെ ജനങ്ങളുടെ ദുരിതം ഇങ്ങനെ വർദ്ധിക്കുന്നത്. ഇപ്പം സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ നേരിട്ട് റഷ്യ ഇടപെട്ടു. ഒരുപക്ഷെ റഷ്യയുടെ സൈനിക ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇന്ന് ബാഷർ അൽ അസദ് പരിമിതമായ
കാര്യമായ നിയന്ത്രണമൊന്നും സിറിയയുടെ പല മേഖലയിലും അദ്ദേഹത്തിന് ഇല്ല എങ്കിലും ഇപ്പോഴും ഭരണാധികാരിയായി തുടരുന്നത് പുടിൻ നടത്തിയിട്ടുള്ള സൈനിക ഇടപെടലിന്റെ ഫലമായിട്ടാണ്. എന്നാൽ ഈ ഗസൻ ഇഷ്യൂവിലേക്ക് വരുമ്പോൾ ആ രൂപത്തിൽ ഞങ്ങൾ സൈനികമായിട്ട് തന്നെ ഇടപെടും, നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയാൻ ഇന്ന് ലോകത്തിലെ വൻശക്തി രാഷ്ട്രങ്ങൾ, അത് റഷ്യയോ ചൈനയോ ഒന്നും തയ്യാറാകുന്നില്ല, ആവാനുള്ള സാധ്യത വിദൂര ഭാവിയിൽ പോലും ഇല്ലതാനും. അപ്പൊ ഇതാണ് പ്രശ്നം. അതേസമയം ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഈ വിഷയം പരിഹരിക്കാൻ ചൈന നടത്തുന്ന ഇടപെടലുകൾ തീർച്ചയായിട്ടും പോസിറ്റീവായ ഫലമുണ്ടാക്കും. അതോടൊപ്പം ഈ മേഖലയിൽ രൂപപ്പെട്ടു വരുന്ന പുതിയ ധ്രുവീകരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. അബ്രഹാമിക് അക്കോർഡിന്റെ ഭാഗമായിട്ട് അറബി രാജ്യങ്ങൾ, UAE-യും അതുപോലെ സൗദി അറേബ്യയും ഈജിപ്തും അടങ്ങുന്ന, ജോർദൻ അടങ്ങുന്നതൊക്കെ രാജ്യങ്ങൾ ഐക്യപ്പെടുന്നു. അതിനോട് ഇസ്രായേൽ ഐക്യപ്പെടുന്നു. ഇതിന് അമേരിക്ക നേതൃത്വം നൽകുന്നു. ഈ പദ്ധതിയിലേക്ക് ഇന്ത്യ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് ഇന്ത്യ, വെസ്റ്റ് ഏഷ്യ, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പോലെയുള്ള വമ്പൻ പദ്ധതികൾ വരുന്നത്. കഴിഞ്ഞ G20 മീറ്റിംഗിൽ ആ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഒരുപക്ഷെ ഗസ യുദ്ധം നടന്നില്ലായിരുന്നെങ്കിൽ അത് ഒത്തിരി മുന്നോട്ട് പോകുമായിരുന്നു ആ ഐക്യപ്പെടൽ. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് അബ്രഹാമിക രാജ്യങ്ങൾ കൂട്ടായ്മ എന്ന നിലയ്ക്ക് അവിടുത്തെ അറബ് രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സൗഹൃദവും ഒക്കെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് പുതിയ ഒരു സാമ്പത്തിക ബ്ലോക്ക് പശ്ചിമേഷ്യയിൽ സാവധാനം രൂപപ്പെട്ടു വരികയാണ്. അപ്പോൾ അത് ഒരുപക്ഷെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്കെതിരായിട്ടുള്ള ഒന്നായി തീർച്ചയായിട്ടും മാറും എന്ന കാര്യത്തിലും തർക്കമില്ല. അതിന് പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായ മാനങ്ങളുമുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അത് രൂപപ്പെട്ടു വരുന്നു, അത് കൂടുതൽ ശക്തി ആർജിക്കുന്നു. അപ്പോൾ ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനും ചൈനയുടെ സാമ്പത്തികമായ അധീശത്വം ഈ മേഖലയിൽ ഉറപ്പിക്കുവാനും അതിന് റഷ്യയുടെ സൈനികമായ കവറേജ് കിട്ടുന്ന തരത്തിലുള്ള പുതിയ ഒരു ഫോർമേഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ശീതയുദ്ധകാലത്തിൽ ഉണ്ടായ സൂപ്പർ പവർ റൈവൽറി പോലെ തന്നെ ഒന്നായി രൂപപ്പെടാനാണ് സാധ്യത. ഇതൊക്കെ അതുകൊണ്ട് ഇതിൽ അമിത പ്രതീക്ഷ വേണ്ട എന്ന് സാരം. ചൈനയുടെ ഇടപെടൽ ഒരുപക്ഷെ തൽക്കാലത്തേക്കെങ്കിലും പോസിറ്റീവായ ഫലം ഉണ്ടാക്കുമെങ്കിലും ഇത് ഒരു അർത്ഥത്തിൽ വൻശക്തികൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അവർ തമ്മിലുള്ള മത്സരത്തിന്റെ ഒരു വേദി. ഇപ്പം ചൈന റഷ്യ മുന്നണിക്കെതിരായിട്ട് അമേരിക്കൻ മുന്നണിക്കെതിരായിട്ടുള്ള ഒരു സംഘർഷത്തിന്റെ പ്രതലമായി ഒരു മത്സരത്തിന്റെ കളിക്കളമായി മാത്രമാണ് വെസ്റ്റ് ഏഷ്യ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ഈ സാമ്പത്തിക ഈ ബലാബലത്തിൽ ഒരു കരുവായി മാത്രമേ ഫലസ്തീനും ഇസ്രായേലും ഒക്കെ മാറുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സൈനികമായും സാമ്പത്തികമായും സാങ്കേതിക വിദ്യാപരമായും അങ്ങേയറ്റം ഉയർന്നു നിൽക്കുന്ന ഇസ്രായേലിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഒരു സൊല്യൂഷൻ ഒന്നും ചൈനയും റഷ്യയും ശ്രമിക്കില്ല എന്നത് വളരെ വ്യക്തമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് തന്നെയാണ് പ്രധാനം. അതുകൊണ്ട് ചൈനീസ് ഇടപെടലിന്റെ ചില പോസിറ്റീവ് ഫലങ്ങളെ നമ്മൾ കുറച്ചു കാണുന്നില്ല. അത് പക്ഷേ മറ്റൊരർത്ഥത്തിൽ ഈ പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കുമോ എന്നത് യഥാർത്ഥത്തിൽ കണ്ടറിയേണ്ട കാര്യമാണ്. ശരി, വളരെ നന്ദി ശ്രീ ഡോക്ടർ താജ അൽവ, TK ജാബിർ, ഡോക്ടർ PJ വിൻസെന്റ് ഇത്രയും സംസാരിച്ചതിന്